ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം സുന്ദരകാന്ഡം 37-ാമത്തെ സർഗത്തിൽ 34-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് നോക്കാനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വായിച്ചത് ഐശ്വര്യവാനായ ഹനുമാൻ സീതയുടെ അഭിപ്രായം അറിഞ്ഞ് തനിക്ക് ആദ്യമായിട്ട് അനുഭവപ്പെട്ട പരിഭവത്തെപ്പറ്റി ആലോചിച്ചു. അതായത് ഹനുമാൻ അത്രയ്ക്കൊന്നും കഴിവുള്ളവനല്ല എന്നാണല്ലോ സീത പറഞ്ഞതിൻ്റെ ചുരുക്കം. അതാണ് പരിഭവം ഉണ്ടാവാൻ കാരണം. അങ്ങനെ തൻ്റെ കഴിവ് കാണിച്ചു കൊടുക്കാൻ വിചാരിക്കുകയാണ് സീതയ്ക്ക്. അപ്പോൾ തന്നെ തൻ്റെ സ്വന്തം രൂപം പ്രത്യക്ഷപ്പെടുത്തി എന്ന ശ്ലോകത്തിലാണ് നമ്മൾ നിർത്തിയത്. ഇനി 34-ാമത്തെ ശ്ലോകം നോക്കാം. തസ്മാത് പാദപാദീമാനാപ്ലുത്യ പ്ലവകർഷവ തതോ വർദ്ധിതുമാരേപി സീതാ പ്രത്യകാരണാത്. ബുദ്ധിമാനായ ഹനുമാൻ സീതയ്ക്ക് വിശ്വാസമുണ്ടാകുവാനായി ആ വൃക്ഷത്തിൽ നിന്ന് ചാടി വർദ്ധിത ശരീരനായി തീർന്നു. മേരുസന്തര സംഘാശോ ബഭോദീപ്താനലപ്രഭ അഗ്രതോ വ്യവതസ്തേജ സീതായ വാനരോത്തമ. ആ വാനരവീരൻ സീതയുടെ മുന്നിൽ ജ്വലിക്കുന്ന അഗ്നി പോലെ മഹാമേരു, മന്ദരപർവ്വതം എന്നിവയ്ക്ക് തുല്യനായി സ്ഥിതി ചെയ്തു. ഹരി പർവ്വത സംഘാശസ്താമ്രവക്ത്രൂ മഹാബല വജ്രദംഷ്ടനഗോ ഭീമോ വൈദേഹിം ഇതമബ്രവീത്. ചുവന്ന മുഖത്തോടും വജ്രം പോലുള്ള ദംഷ്ടകളോടും നഖങ്ങളോടും കൂടി പർവ്വത സമാനമായ ഭീമാകാരത്തോടെ ബലിഷ്ഠനായ കവിവീരൻ വൈദേഹിയോട് ഇപ്രകാരം പറഞ്ഞു. പർവ്വതവനോദ്ദേശാം സാട്ടപ്രകാരതോരണം ലങ്കാമിമാം സനാദം വാ നയിതും ശക്തിരസ്തിമേ. ഈ ലങ്കാനഗരത്തെ, അതിലുള്ള പർവ്വതങ്ങൾ, വനങ്ങൾ, മാളികകൾ, മതിലുകൾ, ഗോപുരങ്ങൾ എന്നിവയോടും ഇതിനെല്ലാം അധിപനായ രാവണനോടും കൂടി എടുത്തുകൊണ്ടു പോകുവാൻ എനിക്ക് ശക്തിയുണ്ട്. തദവസ്ഥാപ്യതാം ബുദ്ധിരലാം ദേവീ വികാംക്ഷയ വിശോകം ഗുരു വൈദേഹി രാഘവം സഹ ലക്ഷ്മണം. അല്ലയോ വൈദേഹി, സംശയം വെടിഞ്ഞ് ബുദ്ധിയെ സുസ്ഥിരമാക്കുക. സ്വന്തം സാന്നിധ്യത്താൽ ലക്ഷ്മണസഹിതനായ രാഘവനെ ശോകവിമുക്തനാക്കുക. തം ദൃഷ്ട്വാ അജലസംഘാസം ഉവാച ജനകാത്മജ പത്മപത്ര വിശാലാക്ഷി മാരുതശൗരസംസുതം. പർവ്വതസമാനനും വായുവിൻ്റെ ആത്മജനുമായ ഹനുമാനെ കണ്ട് പത്മപത്ര വിശാലാക്ഷിയായ ജാനകി പറഞ്ഞു. തവസത്വം ബലം ചൈവ വിജാനാമി മഹാകവേ വായോരിവ ഗതിം ചാപി തേജസ്താഗ്നേരിവാത്ഭുതം. മഹാകവേ, നിന്റെ സത്വവും ബലവും വായുതുല്യമായ ഗതിവേഗവും അഗ്നിതുല്യമായ അത്ഭുത തേജസ്സും ഞാൻ കണ്ടറിയുന്നു. പ്രാകൃതോന്യകഥം ചേമാം ഭൂമിമാ ഗന്ധുമർഹതി മഹിം ദഹതി ഗോപേന യുഗാന്താഗ്നിരിവോദ്ധിത. വാനരപുങ്കവ, അപാരമായ സമുദ്രത്തിൻ്റെ കരയിൽ ഈ നഗരത്തിൽ എത്തിച്ചേരുക എന്നത് വെറുമൊരു പ്രാകൃതന് എങ്ങനെ കഴിയാനാണ്? അതായത് കഴിയുകയില്ല എന്നു സാരം. ജാനാമി ഗമനേ ശക്തിം നയനീ ചാവിദേ മമ അവശ്യം സമ്പ്രദാര്യാശു കാര്യസിദ്ധിർമഹാത്മന. സമുദ്രലംഘനത്തിനും എന്നെ എടുത്തുകൊണ്ടു പോവാനും നിനക്ക് ശക്തിയുണ്ടെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ മഹാത്മാവായ രാമന്റെ ഉദ്ദേശം നിറവേറ്റുക എന്നത് സുപ്രധാനമാണല്ലോ. അത് വേഗം ആലോചിച്ചുറക്കേണ്ടതാണ്. രാവണവധം എന്ന ഉദ്ദേശം സാധിക്കേണ്ടതുണ്ട് എന്ന് അർത്ഥം. അയുക്തം ദോകഭിശ്രേഷ്ഠമയാ ഗന്ധും സഹ വായുവേഗസവേഗസ്യ വേഗോ മാം മോഹയേത്തവ. കവിശ്രേഷ്ഠ, ഭവാന്റെ കൂടെ ഞാൻ പോരുന്നത് യുക്തമല്ല. വായുവിൻ്റെ വേഗതയുള്ള ഭവാനോടൊപ്പം വന്നാൽ ആ വേഗതയിൽ ഞാൻ ബോധരഹിതയായിത്തീരും. അഹമാകാശമാപന്നാഹ്യുപരുപരി സാഗരം പ്രപ്തദേയം ഹിതേ പൃഷ്ടാത് ഭയാത് വേഗേന ഗച്ഛത. സമുദ്രോപരി ആകാശത്തിലൂടെ അതിവേഗത്തിൽ പോകുന്ന ഭവാന്റെ പുറത്തുനിന്ന് ഞാൻ പേടിച്ചുറച്ച് താഴെ വീണുപോകാം. പതിത സാഗരേ ചാഹം തിമിനക്രജശാകുലേ ഭവേയമാശു വിവശ യാതസാം അന്നമുത്തമം. തിമിംഗലങ്ങൾ, വൻമുതലകൾ, മകരമത്സ്യങ്ങൾ എന്നിവ ധാരാളമുള്ള സമുദ്രത്തിൽ വീണ് വിവശയായ ഞാൻ അവർക്ക് ഭക്ഷണമായി തീരാം. നജ ശക്യേത്വയാ സാർദ്ധം ഗന്ധും ശത്രുവിനാശന കളത്രവതി സന്ദേഹസ്തുയഭീസ്യാദ സംശയ. ശത്രുവിനാശന, ഭവാനോടുകൂടി വരുവാൻ എനിക്ക് സാധ്യവുമല്ല. സംരക്ഷിക്കുവാനാണെങ്കിലും ഒരു സ്ത്രീയെ എടുത്തുകൊണ്ടു പോകുന്ന ഭവാനെ തീർച്ചയായും സംശയിക്കും. തന്മൂലം ആപത്തും നേരിടുന്നതാണ്. ഹ്രിയമാണാം ദുമാം ദൃഷ്ട രാക്ഷസാ ഭീമവിക്രമാഹ അനുഗച്ഛേയുരാധിഷ്ഠ രാവണേന ദുരാത്മന. ഞാൻ ബന്ധനമുക്തയായി എന്നറിഞ്ഞ് ദുരാത്മാവായ രാവണന്റെ പരാക്രമശാലികളായ ഭടന്മാർ ആകാശത്തിൽ പിന്തുടർന്ന് എത്തും. തൈസ്ത്വം പരിവൃദ്ധശൂരേ ശൂലമുൽഘരവാണിഭിः
ഭവേസ്ത്വം സംശയം പ്രാപ്തു മയാ വീരകളത്രവൻ. വീര, ശൂലം, മുൾത്തടി എന്നിവയുമായി വരുന്ന രാക്ഷസപ്പട താങ്കളെ വളയും. എൻ്റെ സംരക്ഷകനായ താങ്കൾ അവരുടെ സംശയത്തിന് പാത്രമായിത്തീരും. സായുധ ബഹവോ വ്യോംനി രാക്ഷസാസ്ത്വം നിരായുധ കഥം ശക്ഷ്യസി സംയുദ്ധം മാം ചൈവ പരിരക്ഷിതും. ആയുധധാരികളായ രാക്ഷസന്മാർ നിരവധി പേർ, താങ്കളോ നിരായുധൻ. അവരോട് യുദ്ധം ചെയ്യാനും അതേസമയം എന്നെ രക്ഷിക്കാനും താങ്കൾക്ക് എങ്ങനെ സാധിക്കും? യുദ്ധ്യമാനസ്യ രക്ഷോഭിസ്തവതൈ ക്രൂരകർമ്മഭിഃ പ്രപദേയം ഹിതൈ പൃഷ്ടാദ് ഭയാർത്ഥ കവിസത്തമ. കവിശ്രേഷ്ഠ, ക്രൂരകർമാക്കളായ ആ രാക്ഷസന്മാരോട് ഭവാൻ യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ അങ്ങയുടെ പുറത്തുനിന്ന് പേടിച്ചു പറച്ച് താഴെ വീണുപോകുമല്ലോ. അത രക്ഷാംസി ഭീമാനി മഹാന്തി ബലവന്തിജ കഥം ചിൽസാംബരായേ ത്വാം ജയേയൂകവിസത്തമ. വാനരവീര, ബലവാന്മാരായ രാക്ഷസന്മാർ അനേകം പേർ, അവർ പോരിൽ ഭവാനെ എങ്ങനെയെങ്കിലും ജയിച്ചേക്കാം. അഥവാ യുദ്ധ്യമാനസ്യ പദേയം വിമുഖസ്യതേ പതിതാം ജഗൃഹീത്വാ മാം നയേയൂപാവരാക്ഷസാഃ. അല്ലെങ്കിൽ താങ്കൾ വളരെ ക്ലേശിച്ച് യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ വീണുപോയിക്കളയും. വീണവളായ എന്നെ പാപികളായ രാക്ഷസന്മാർ എടുത്തുകൊണ്ടുപോവാം. മാം ഹരേയുസ്തസ്താത് വിശസേയുരദാവിവ അവ്യവസ്ഥോ ഹി ദൃശ്യേതേ യുദ്ധേ ജയപരാജയോ. താങ്കളുടെ കയ്യിൽ നിന്ന് അവരെന്നെ അപഹരിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ കൊന്നെന്നും വരാം. യുദ്ധത്തിൽ ജയപരാജയങ്ങൾ നിർണയിക്കാൻ സാധ്യമല്ല എന്ന് വ്യക്തമാണല്ലോ. അഹം വാ വിവപദ്യേയം രക്ഷോ വീരവിദർജിത ത്വത്പ്രയത്നോ ഹരിശ്രേഷ്ഠ ഭവേ നിഷ്ഫലയേവതു. രാക്ഷസന്മാരിൽ നിന്നുള്ള അപമാനം സഹിക്കാനാവാതെ ഞാൻ തന്നെ ജീവൻ ഉപേക്ഷിച്ചു എന്നും വരാം. വാനരേന്ദ്ര, അങ്ങനെ ആയാലും ഭവാന്റെ പ്രയത്നങ്ങളെല്ലാം നിഷ്ഫലമായി തീരുമല്ലോ. കാമം തുമസി പര്യാപ്തോ നിഹന്തും സർവരാക്ഷസാൻ രാഘവസ്യ യശോഹി ത്വയാ ശസ്തൈസ്തു രാക്ഷസൈഃ. രാക്ഷസരെ മുഴുവൻ സംഹരിക്കാൻ താങ്കൾ പോന്നവൻ തന്നെ. അങ്ങനെ ആയാൽ രാമന്റെ യശസ് കുറഞ്ഞു പോകും. ശത്രു സംഹാരത്തിന് പരസഹായം വേണ്ടി വന്നു എന്നത് ക്ഷത്രിയന്, പ്രത്യേകിച്ചും രാമന് കീർത്തിക്ഷയം ഉണ്ടാക്കുന്നതാണ് എന്ന് താല്പര്യം. ഒറ്റയ്ക്ക് ചെയ്താലേ അന്തസ്സുള്ളൂ. അഥവാ ആദായ രക്ഷാംസി നസേയു സംവൃതേഹിമാം യത്ര തേനാഭിജാനീയൂർ ഹരയോ നാഭിരാഘവോ പ്രയത്നസ്തു മദർത്തോയം തതസ്തവ നിരർത്ഥകഃ. അല്ലെങ്കിൽ രാക്ഷസർ എന്നെ പിടിച്ചെടുത്ത ശേഷം രാമലക്ഷ്മണന്മാർക്കോ വാനരന്മാർക്കോ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചേക്കാം. അങ്ങനെ ആയാലും എനിക്ക് വേണ്ടി താങ്കൾ ചെയ്തതെല്ലാം വിഫലമായി തീരുമല്ലോ. ത്വയാ ഹി സഹ രാമസ്യ മഹാനാഗമനേ ഗുണഃ. ഭവാനോടൊപ്പം ശ്രീരാമൻ വരുന്നതാണ് ഏറ്റവും നല്ലത്. മയി ജീവിതമായത്വം രാഘവസ്യ മഹാത്മന ഭ്രാതൃണാം ച മഹാബാഹോ സവരാജകുലസ്യ ച. വീര, മഹാത്മാവായ രാമനും സോദരന്മാർക്കും താങ്കൾക്കും രാജവംശത്തിനും, അതായത് സുഗ്രീവന്റെ എന്നെ വീണ്ടെടുക്കുന്നതിലാണല്ലോ ജീവൻ. തൗ നിരാശോ മദർത്ഥം തു ശോകസന്ധാപകർഷിതോ സഹ സർവർഷ ഹരിഭിസ്തിഷ്ഠത പ്രാണസംഗ്രഹം. എന്നെ വീണ്ടെടുക്കാൻ വഴിയില്ല എന്ന് കണ്ടാൽ ദുഃഖസന്തപ്തരും നിരാശാഭരിതരുമായ രാമലക്ഷ്മണന്മാർ വൃക്ഷവാനരപ്പടയോടുകൂടി ജീവൻ ഉപേക്ഷിച്ചു കളയും. മതൃഭക്തിം പുരസ്കൃത്യ രാമാദന്യസ്യ വാനര നാഹം സ്പഷ്ടം സ്വതോഗാത്രം ഇച്ഛേയം വാനരോത്തമ. വാനരോത്തമ, പാതിവൃത്യം ജീവിതപ്രാണനായി സ്വീകരിച്ച ഞാൻ മറ്റൊരു പുരുഷന്റെ ശരീരത്തെ സ്വേച്ഛയാ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. യതഹം ഗാത്രസംസ്പർശം രാവണസ്യ ബലാൽയത അനീശാഖ്യം കരിഷ്യാമി വിനാഥ വിവശാസതി. രാവണന്റെ ശരീരസ്പർശമോ എന്ന് ചോദിക്കാം. അത് ബലാത്കാരമെന്ന നിലയിൽ സംഭവിച്ചതാണ്. പതിവ്രതയും അസ്വതന്ത്രയും അനാഥയും അജ്ഞയുമായ ഞാൻ ആ സ്ഥിതിയിൽ എന്തു ചെയ്യും? ഇതി രാമോ ദശഗ്രീവം ഇഹ ഹത്വാ സബാന്ധവം മാമിതോ ഗ്രഹ്യഗച്ഛേദ തത്തസ്യ സദൃശം ഭവേത്. ശ്രീരാമൻ രാവണനെ ബന്ധുമിത്ര സഹിതം ഇവിടെ വെച്ച് തന്നെ വധിച്ച് എന്നെ വീണ്ടെടുത്തുകൊണ്ടു പോകുമെങ്കിൽ അത് വീരനായ അദ്ദേഹത്തിന് ഉചിതമായ കർമ്മമായിരിക്കും. ശ്രുതാഹി ദൃഷ്ടാശ്ച മയാ പരാക്രമ മഹാത്മനസ്തസ്യ രണാപമർദിന നദേവ ഗന്ധർവഭുജംഗരാക്ഷസ ഭവന്തി രാമേണ സമാഹി സംയുഗേ. രാമന്റെ യുദ്ധപരാക്രമത്തെപ്പറ്റി എനിക്ക് കേട്ടും കണ്ടും നന്നായിട്ടറിയാം. ദേവഗന്ധർവന്മാരോ പന്നക രാക്ഷസന്മാരോ യുദ്ധത്തിൽ രാമനെ നേരിടാൻ കഴിവുള്ളവരല്ല. രാമൻ അതുല്യനാണ് എന്നർത്ഥം.
തമീക്ഷതം സംയതി ചിത്രകാർമുഖം മഹാബലം വാസവതുല്യ വിക്രമം സലക്ഷ്മണം ഗോവിഷഹേതരാഘവം ഹുദാശനം ദീപ്തമിവാനിലേരിതം. അത്ഭുത ശക്തിയുള്ള വില്ലേന്തിയവനും ബലവാനും ഇന്ദ്രതുല്യമായ പരാക്രമമുള്ളവനും ലക്ഷ്മണ സഹിതനുമായ ശ്രീരാമൻ യുദ്ധത്തിൽ കാറ്റേറ്റ് ജ്വലിക്കുന്ന അഗ്നിയെപ്പോലെയാണ്. ആ പരാക്രമം പറഞ്ഞ ഏതൊരുവനാണ് അദ്ദേഹത്തോട് എതിർക്കാൻ ധൈര്യപ്പെടുക? സലക്ഷ്മണം രാഘവമാജിമർദ്ദനം ദിശാഗജം മത്തമിവ വ്യവസ്ഥിതം സഹേതകോ വാനരമുഖ്യ സംയുഗേ യുഗാന്ത സൂര്യ പ്രതിമം ശരാത്രിഷം. വാനരശ്രേഷ്ഠ, മതിച്ച ദിഗ്ഗജം പോലെയുള്ളവനും യുദ്ധക്കളത്തിൽ ശത്രുക്കളെ കൊന്നൊടുക്കുന്നവനും ലക്ഷ്മണ സഹിതനും യുദ്ധത്തിൽ ശരങ്ങളാകുന്ന രശ്മിജാലങ്ങളോടുകൂടിയ പ്രളയകാല സൂര്യനെ പോലെ അജഞ്ചലനായി നിൽക്കുന്നവനുമായ രാഘവനെ ആർക്ക് നേരിടാനാവും? സമേ ഹരിശ്രേഷ്ഠ സലക്ഷ്മണം പതിം സയൂതവം ക്ഷിപ്രമിഹോപപാദയ ചിരായ രാമം പ്രതിശോകർഷിതാം കുരുക്ഷമാം വാനരവീരഹർഷിതാം. വാനരോത്തമ, താങ്കൾ ലക്ഷ്മണനോടും വാനര സൈന്യനാഥന്മാരോടും കൂടിയ എൻ്റെ ഭർത്താവിനെ വേഗം ഇവിടേക്ക് ആനയിക്കുക. വീര, സദാ രാമനെ ചിന്തിച്ച് ദുഃഖത്തിൽ മുഴുകിക്കഴിയുന്ന എന്നെ സന്തുഷ്ടയാക്കി തീർത്താലും. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ഈ ഭാഗം വളരെ വളരെ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. രാമൻ തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്, അത് താൻ ചെയ്ത പാപഫലമാണെന്ന് പറഞ്ഞ് സീത വിലപിക്കുമ്പോൾ ഹനുമാൻ സമാശ്വസിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതായത്, ഭവതി പുനരിവിടമരുവിടുന്നതേതുമേ ഭർത്താവറിയായിക കൊണ്ടുവരാഞ്ഞതും ജഡിതി വരുമിനി നിശിചരൗകവും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം. കൃതശതനുവായ ഹനുമാനെ പോലുള്ളവർ ഭീമശരീരികളായ രാക്ഷസന്മാരോട് എങ്ങനെ യുദ്ധം ചെയ്യുമെന്നുള്ള സീതയുടെ സംശയം വാനരവീരൻ ദൂരീകരിക്കുന്നത് ഇങ്ങനെയാണ്. പവനജനും അവനിമകൾ വചനമതു കേട്ടുടൻ പർവ്വത തുല്യനായി നിന്നാനതിദ്രുതം. എന്നിട്ട് പറഞ്ഞു, ഇതു കരുതുക അകമലരിലിങ്ങനെയുള്ളവർ എങ്ങിരൂപത്തൊന്നു വെള്ളം പടവരും. അത് കേട്ടപ്പോൾ അങ്ങനെ സീതയുടെ സംശയം നീങ്ങി. ലങ്കാമർദ്ദനവും ലങ്കാദഹനവും കഴിഞ്ഞ് വീണ്ടും സീതാസന്നിധിയിലെത്തിയിട്ട് യാത്ര ചോദിക്കുന്ന ഹനുമാൻ ദേവിയോട് പറയുന്നു, കളകശുജമിനി വിരഹമലമതിനുടൻ മമ സ്കന്ധമാരോഹക്ഷണേന ഞാൻ കൊണ്ടുപോയി തവരമണ സവിധമുപഗമ്യ യോജിപ്പിച്ചു താപമശേഷമദ്ദൈവ തീർത്തിടുവൻ. സന്തുഷ്ടയായ ദേവി അതിന് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. അതിനു തവ കരുതുമളവില്ലൊരു ദണ്ഡമെന്ന് ആത്മനി വന്നിതു വിശ്വാസമദ്യമേ ശുഭചരിതനതിബലമോടാശു ദിവ്യാസ്ത്രേണ ശോഷേണ ബന്ധനാധീരവീസാഗരം. കപികുലബലേന കടന്നു ജഗത്രയ കണ്ടകനെ കൊന്നുകൊണ്ടുപോമാശുമാം മറിവൊടൊരു ദിശി രഹസി കൊണ്ടുപോയാലതോ മൽപ്രാണനാഥ കീർത്തിക്കു പോരാ ദൃഢം. രഘുകുലവരജൻ ഇവിടെ വന്ന് യുദ്ധം ചെയ്തു രാവണനെ കൊണ്ടുപോയി കൊള്ളുവാൻ അതിരവസമയിതനയ വേല ചെയ്തിടു നീ അത്ര നാളും ധരിച്ചിടുവൻ ജീവനെ. മറ്റു തരത്തിൽ സീത ഇവിടെ ഉന്നയിച്ചിട്ടുള്ള സംശയങ്ങളൊന്നും അധ്യാത്മരാമായണം പറഞ്ഞിട്ടില്ല. ഇതോടുകൂടി നമ്മളെ 37ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.